ചിന്നത്തി പൊരി കൊഞ്ചലെ ചിരി കൊട്ടിത്താ തിരികെ വലുതായ കുഞ്ഞിളമേ കളിവാക്ക് ചൊല്ലിടണേ പണ്ട് കണ്ണു പൊത്തിക്കളി പന്ത് തട്ടിക്കളി എന്ന പോലെ ഇന്നത്തെ കണ്ണുരുട്ടിക്കളി കാത് പൂട്ടിക്കളി അന്ന് പോലെ കളിയൂഞ്ഞാലിലെ കണ്ണലിലാഞ്ഞു മേലെ ചെന്ന് വരാന്ന് പാഞ്ഞു പാഞ്ഞു കഴിഞ്ഞ് നാഞ്ഞു പോയ കാലമേ ഇല്ലത്തരമേ നീ കുലമാനി ഇല്ലത്തരമേ നീ കുലമാനി ചെന്താമര പൂവിൻ കണ്ണല്ലേ ഞാവലും കാനിരച്ചുണ്ടല്ലേ അമ്പിളി ചൊപ്പണി തൂമുഖമല്ലേ തുമ്പപ്പല്ലല്ലേ വാർക്കുണ്ടരു മേഘച്ചേലല്ലേ മാരണി മാതക പൂവല്ലേ ചന്ദനം രാഗിയ മെയ്യഴകല്ലേ എണ്ണച്ചോടല്ലേ വർഷങ്ങളായി സന്താന സൗഭാഗ്യമില്ലാത്ത ദമ്പതികൾ ഡോക്ടറെ കാണാൻ വരുന്ന രംഗം നർമ്മത്തിൽ ചാലിച്ച് ഇവിടെ ചിത്രീകരിക്കുന്നു ടീം സെന്റ് സെബാസ്റ്റ്യൻ. ഡോക്ടറെ ആ 15-ാം വാർഡിലെ രോഗി എത്ര പറഞ്ഞിട്ട് കേൾക്കുന്നില്ലാന്ന്. ഏതാ 15-ാം വാർഡിലെ രോഗി? എന്റെ പൊന്നു പൊട്ടി സിസ്റ്ററെ, അതൊരു ബംഗാളി അല്ലേ? അവന്റെ ചെവിയിൽ 24 മണിക്കൂറും ആ പച്ച ഇയർഫോൺ ഉണ്ടാവും. അതെടുത്ത് മാറ്റിയിട്ട് പറ, അപ്പൊ കേക്കും. അങ്ങനെ കേൾക്കുന്നില്ല. പിന്നെ എത്ര പറഞ്ഞിട്ടും വെള്ളം കുടിക്കുന്നില്ലാന്ന്. വെള്ളം കുടിക്കുന്നില്ല? വെള്ളം ഒട്ടും കുടിക്കുന്നില്ല? ഇല്ല. അങ്ങനെയാണെങ്കിൽ കുറച്ച് ഉപ്പ് വാരി അവന്റെ വായിലേക്ക് ഇട്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്നാണല്ലോ. അങ്ങനെ വിട്ടാ കൊള്ളൂല്ലോ. എന്തൊക്കെ ഉണ്ടെങ്കിൽ ജീവിച്ചു പോകാം. നമസ്കാരം. ഇരിക്കെ. ഏതായാലും ഭാര്യയും ഭർത്താവും ഒന്നിച്ച് വരുന്ന കാണുമ്പോ തന്നെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. ഇവിടെ പലരും വരുമ്പോ ഒന്നില്ലെങ്കിൽ ഭാര്യ വരും, അല്ലെങ്കിൽ ഭർത്താവ് വരും. ഞങ്ങൾ അങ്ങനെ വളരെ സ്വരമായിട്ടൊക്കെ ജീവിക്കുന്ന ഒരു ഫാമിലിയാ. അതെ, ഞങ്ങള് ഡോക്ടറെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. കണ്ടിട്ട് എന്തായി? തരക്കേടില്ല, കുഴപ്പമില്ല. നമ്മള് വന്ന കാര്യം പറ. നീ പറയടി, നീ പറയാന്ന് പറഞ്ഞല്ലോ വീട്ടിൽ നിന്ന്. പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഏട്ടൻ പറ. സുഷു നീ പറ. ഏട്ടൻ പറ. എടി നീ പറയാന്ന്. ഇതൊക്കെ നീ പറയുന്നത് നല്ലതന്നെ. എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. ഏട്ടൻ പറ. നീ പറയാന്ന് പറഞ്ഞല്ലേ വീട്ടിൽ നിന്ന്. നീ പറ. അന്തപ്പോ ഏട്ടന് പറഞ്ഞാലെന്താ? നിനക്ക് പറഞ്ഞാ എന്താണ്? ഇതൊക്കെ നീയല്ലേ പറയേണ്ടത്. അല്ല, നിങ്ങക്ക് ഇപ്പൊ പറഞ്ഞാലെന്താ? നിനക്ക് പറഞ്ഞാ എന്താ? അല്ല, ഇങ്ങനെ എല്ലാരും വീട്ടിൽ നിന്ന് പറഞ്ഞത് അല്ലേ? എന്റെ ഒരു ഡോക്ടർ വന്നു കഴിഞ്ഞാൽ നിനക്കത് പറയാൻ പറ്റത്തില്ല. അല്ല, നിങ്ങൾക്ക് എന്താ പറഞ്ഞത്? അല്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാനിപ്പോ തങ്ങളെ പറയുന്നില്ല. ഞാനും പറയുന്നില്ല. നിങ്ങൾ വീട്ടിൽ നിന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞു. അതെ, ഇത് തല്ല് പിടിക്കാനുള്ള സ്ഥലമല്ല. ഞാൻ ഡോക്ടറല്ലേ? നിങ്ങൾ എന്നെ കാണാൻ വന്നതല്ലേ? ആ ചെയർ എടുത്ത് ഇരിക്കുവോ?
അല്ലാതെ നമ്മള് പറയാന്ന് പറഞ്ഞ് വന്നിട്ടേ ഇവിടെ വരുമ്പോ വാക്ക് അല്ല മാറണം. കൊഴപ്പില്ല ഇരിക്കേ. ഇവിടെ ഇരുന്നോ. എന്ത് അസുഖമായ എന്നാ നീ പറ. ചേട്ടന് പനി. പനിയാണോ? ഇതൊക്കെ വിട്ടുമാറാത്ത തലവേദന, കുഷ്ഠം, ഇങ്ങേർക്ക് നടുവേനയുണ്ട്, ചുഴലിയുണ്ട്. നിനക്ക് ചിക്കൻ ബോക്സ്, നിനക്ക് കിർക്ക്. ഉയ്യോ, നിങ്ങൾ എന്റെ സൗകര്യം കെടുത്താൻ വേണ്ടിയാണോ ഇങ്ങോട്ട് കെട്ടിയെടുത്തു? ഒരു കാര്യം ചെയ്യും, നിങ്ങള് ഒരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങ. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുമല്ലോ തലവേദന, പനി എന്നൊക്കെ. അപ്പൊ ഓരോരോ ഗുളികകൾ ഇങ്ങനെ എടുത്ത് തിന്നാം. ഇനി അത് വേണ്ട, എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ടവൻ അങ്ങോട്ട് ദാനമായിട്ട് കൊടുക്ക്. ആ പുണ്യമെങ്കിലും കിട്ടട്ടെ. അങ്ങനെ ചെയ്യട്ടെ. അതെ, ബില്ല് ഇവിടെ അടച്ചാൽ മതിയല്ലേ? ബില്ല് ഇവിടെ അടക്കണം. അല്ല, ഇതൊക്കെ മേടിക്കണേ. നിങ്ങളിപ്പൊ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അല്ല, വന്നത് പറഞ്ഞ ഞാനേ ഞങ്ങൾക്ക് ദുബായിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ദുബായിലാണോ? ദുബായിൽ എവിടെ? ദുബായിൽ ബദാം. ദമാം. അവിടെ എന്താ ചെയ്യണേ? അവിടെ ഞാൻ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ എനിക്ക് 50,000 രൂപ കിട്ടും. ചുമ്മാ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ മതി. അതുകൊള്ളാല്ല, ചുമ്മാ നടന്ന പൈസ കിട്ടും. അതുപോലെ അങ്ങോട്ട് നടക്കുമ്പോ ഒരു പാക്കറ്റ് സിമെന്റ് തലയിലുണ്ടാവും, ഇങ്ങോട്ട് നടക്കുമ്പോൾ ഒരു പാക്കറ്റ് സിമെന്റ് തലയിലുണ്ടാവും. ഒന്നല്ല, ഒരു 5-6 5000 സിമെന്റ് വെക്കും. അങ്ങനെ. അല്ല, എങ്ങനെയുണ്ട് അവിടുത്തെ ജീവിതമൊക്കെ? ജീവിതം നല്ല അസലായിട്ട് ഞങ്ങൾ ജീവിച്ചു പോകുന്നു. സുഖാണ്. സുഖം. രാവിലെ എന്ത് ഭക്ഷണം കഴിക്കണേ? രാവിലെ അവിടുത്തെ ഭക്ഷണത്തെ കാര്യങ്ങൾ അറിയാനുള്ള ഇൻട്രസ്റ്റ് ആണ് ഡോക്ടറെ. ഞാൻ തുറന്നു പറയാം, രാവിലെ ഉണ്ടല്ലോ നമ്മ എന്തായാലും 50,000 രൂപ കിട്ടുന്ന ആളല്ലേ. അപ്പൊ രാവിലെ തന്നെ നല്ല 1-ാം തരം ബർഗറും പിസ്തായും കഴിക്കാം എന്ന് പറഞ്ഞ് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങും. ഈ അറബിയുടെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങും. അപ്പൊ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഈന്തപ്പന കൊലച്ച് പഴുത്ത് കിടക്കുക. നല്ല ഈ ഫ്രഷ്. വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഫ്രഷ് ഈന്തപ്പന കൊലച്ച് പഴുത്ത് കിടക്കുക. അപ്പൊ ഞാൻ ആലോചിക്കട്ടോ, ഈ ബർഗറും ഈ പിസ്തയൊക്കെ നാട്ടിൽ കിട്ടും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ ഈന്തപ്പന ഇങ്ങനെ പഴുത്ത് കിടക്കത്തില്ല. അപ്പൊ ഞാൻ നേരെ ഈന്തപ്പഴയിൽ വലിഞ്ഞു കയറിയിട്ട് ആ ഈന്തപ്പഴം പറിച്ച് കുറച്ച് പച്ചവെള്ളം കഴിച്ച് അങ്ങ് കഴിയും. ശരി. അപ്പൊ ഉച്ചയ്ക്കോ? ഉച്ചക്ക് എന്തായാലും നമുക്ക് കുഴിമന്തി അല്ലെങ്കിൽ ഇത് കഴിക്കും എന്ന് പറഞ്ഞാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പൊ അതേ പുറത്തേക്ക് ഇറങ്ങുമ്പോ വീണ്ടും നിൽക്കുന്നു ഈന്തപ്പന, നല്ല പഴുത്ത ഈന്തപ്പഴങ്ങൾ തൂങ്ങിക്കിടക്കുന്ന പന. അപ്പൊ നമ്മ ചിന്തിക്കും, ഈ ദം ബിരിയാണിയും മറ്റേ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടും, ഈന്തപ്പന നാട്ടിലില്ല, പഴുത്ത് കിടക്കണ ഈന്തപ്പഴവും ഇല്ല. ഞാൻ അതേ വലിഞ്ഞു കയറും, ഈന്തപ്പഴം പറിക്കും, കുറച്ച് വെള്ളം കുടിക്കും, അത്ര. രാത്രി അത് നമ്മള് മലയാളികൾ എന്ന് പറഞ്ഞാൽ രാത്രി നാടൻ ഭക്ഷണം കഴിക്കണം. കേരളീയരണത്തുള്ള ഉഗ്രം കടയുണ്ട്, അത് ഈ കയറുന്ന നല്ല അടിപൊളി നാടൻ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോ പിന്നെ നിൽക്കണ ഈ പണ്ടാരം ഈന്തപ്പഴം, അല്ല ലൈറ്റ് പക്കത്ത് ചെയ്തല്ല ഈന്തപ്പഴങ്ങൾ തൂങ്ങിക്കിടക്കുക. അപ്പൊ നമ്മ ആലോചിക്കും, ഈ നാട്ടിൽ ചെന്നാണെങ്കിൽ ഈ നാടൻ ഭക്ഷണം കഴിക്കാമല്ല. ഞാൻ അതിൽ പിന്നെ വലിച്ചു കയറിയിട്ട് ഈന്തപ്പഴം മറിച്ച് കുറച്ച് പച്ചവെള്ളം കുടിച്ച് കിടന്നു. ചുരുക്കത്തിൽ അവിടെ ഈന്തപ്പന ഇല്ലായിരുന്നെങ്കിൽ വെറുതെ പച്ചവെള്ളം കുടിച്ച് എന്നേ ചത്തുപോയേനെ. അല്ല, ഈ ഈന്തപ്പഴം പറിക്കലല്ലാതെ വേറെന്തെങ്കിലും ജോലി ഉണ്ടോ? ചെറിയ സൈഡ് പണിയുണ്ട്. നമ്മുടെ അവിടെ ഒരു അറബിയുടെ ഒരു ഡ്രൈവറാണ്. അപ്പൊ ഗൾഫ് മുഴുവൻ കാണാലോ. പിന്നെന്താ, അറബിന്റെ വീട്, മുറ്റം, ബാത്റൂം. അറബിന്റെ വീട്, മുറ്റം, ബാത്റൂം. അടിപൊളി. മുഴുവൻ കാണാൻ പറ്റില്ല. അറബിയുടെ വീടും പൂന്തോട്ടും കാർപോർച്ച് ഇങ്ങനെ. ഡ്രൈവർ അല്ല, ഈ അറബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കാലിന് പോളിയോ പിടിച്ച അറബിയായിരുന്നു. അപ്പൊ ഇയാളെ തള്ളിക്കൊണ്ടിടക്കുന്ന വാഹനമാണ് മുറ്റം, ബാത്റൂം. ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ തള്ളി നടക്കും. അതാണ് ഡ്രൈവർ. അയ്യോ, പറ. അല്ല, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന? എന്തിനാ? അതെ, ഞങ്ങൾക്കൊരു കുഞ്ഞിക്കാല് കാണണം. 8 വർഷമായി ഇതുവരെ ഒരു കുഞ്ഞിക്കാല് കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് കുട്ടികളില്ല. 8 വർഷമായോ കല്യാണം കഴിഞ്ഞു? അപ്പൊ സുഹൃത്തുക്കളോട് പലരോടും പറഞ്ഞാടാ എനിക്ക് 8 വർഷമായിട്ട് കുട്ടികളില്ല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഡോക്ടറെ പോയി കാണാന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ പോയി കണ്ട് കുട്ടികൾ ഉണ്ടാക്കാനുള്ള പരിപാടി. അത് ശരി. പുറത്തിറങ്ങി നടക്കാൻ വയ്യ, നാട്ടുകാരെ കൊണ്ടാ ശല്യം. കുട്ടികളില്ലേ, ഓ കേൾക്കാൻ പറ്റൂല. ആണല്ലേ? അല്ല, അപ്പൊ നിങ്ങള് ദുബായ് പോയിട്ട് എത്ര നാളായി? ദുബായ് പോയിട്ട് 8 കൊല്ലം. കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ ഏട്ടനങ്ങ് വിസ പെട്ടെന്ന് വന്നത്, ഫ്ലൈറ്റ് ടിക്കറ്റും കിട്ടി. അന്ന് 6 മണിക്ക്. അല്ല, നിങ്ങൾ എന്നെ ആകെ ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കരുത്. നിർത്തി പറ. കല്യാണം ഇതിന്റെ അന്ന് പോയി കഴിഞ്ഞു. എന്നിട്ട് പന്തലില് വെച്ച് എന്റെ ഏട്ടൻ അങ്ങ് ദുബായിക്ക് പോയി. പാസ്പോർട്ടും വിസ അപ്പളാ വന്നത് കറക്റ്റായിട്ട്. എന്നിട്ട് പിന്നെ എപ്പോഴാ തിരിച്ചു തന്നെ? ഇന്ന് രാവിലെ എത്തിയുള്ളൂ. നേരിട്ട് ഡോക്ടറെ കാണാന്ന് വിചാരിച്ചു, വീട്ടിലേക്ക് പോലും വന്നില്ല. 8 വർഷമില്ല, കുട്ടികളില്ല. അപ്പൊ ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞ ഒരാള്. അതായത് എനിക്കറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കാണ്. നിങ്ങളിപ്പോ ഇവിടെ വന്നിരുന്ന ഈ കഥയൊക്കെ പറഞ്ഞല്ലോ, ഇത്രയും സമയമെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കഥ പറയായിരുന്നല്ലോ, ഇല്ലേ? ഈ സമയം വെറുതെ കളയണായിരുന്നോ? നേഴ്സേ, ആ ചൂരിലിങ് കൊണ്ടുവന്നേ, വേഗം കൊണ്ടുവാ. ചിലപ്പോ മരുന്നായിരിക്കും. അതെ, ഇത് നല്ല മരുന്നാ. അതായത് എന്നാ നിങ്ങൾ ഗൾഫിൽ പോയതെന്നാ? 8 വർഷങ്ങൾക്ക് മുമ്പ്.
കല്യാണം കഴിഞ്ഞാ 8 വർഷമായി. അതേ ദിവസം അതെ. അല്ലേ? എന്നിട്ട് ഭാര്യയോട് 1 മണിക്കൂറെങ്കിലും നിങ്ങൾ ഇതുപോലെ നേരിട്ട് സംസാരിച്ചോ? അല്ല, ഇന്ന് വന്നേ ഉള്ളൂ. ഇന്നല്ലേ വന്നത്? അപ്പോൾ തന്നെ ഡോക്ടറെ കാണാൻ അപ്പൊ തന്നെ എന്റെ ചെവി തിന്നാൻ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് എന്തിനാ? കൊച്ചുങ്ങളുണ്ടാകാം. ഏ? കൊച്ചുങ്ങളുണ്ടാകാം. വീട്ടിൽ പോയിരുന്ന ഇതിനോട് എന്തെങ്കിലും വർത്താനം പറയായിരുന്നല്ലോ. ഇതിന് സമയം കിട്ടിയില്ല. അതിനൊന്നും സമയമില്ലല്ലേ? അതിനൊന്നും സമയമില്ലല്ലേ? വീട്ടിലേക്ക് ഓടിക്കോ.